രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പട്ടിയെ കാണുന്നില്ല. ഞങ്ങൾ വൈഫ് ജോലിക്ക് പോകുന്നതാണ്. ജോലിക്ക് പോകാൻ ഇറങ്ങി നോക്കുമ്പോഴാണ് ഇങ്ങനെ പട്ടിയുടെ അല്ല കൂട്ടിലല്ല, കൂട്ടിൻ്റെ പുറത്തായിട്ട് അവിടെയൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. ആ ഒരു മരക്കഷ്ണം കിടക്കുന്നില്ലേ, അവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു. കാൽപ്പാട് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ വേനൽക്കാലം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാൽപ്പാട് ട്രാക്ക് ചെയ്തില്ല. പിന്നെ ഐഡന്റിഫൈ ചെയ്തല്ലോ, ക്യാമറയിൽ കിട്ടിയല്ലോ. അതെ അതെ, അത് കടുവയാണെന്നാണ് അവിടെ ആൾക്കാർ കണ്ടതെന്ന് പറയുന്നത്. അത് അക്കരക്കുന്നില് അവര് ഒരു കുട്ടി ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിന്റെ ക്രോസ് ചെയ്ത് പോവുകയത്. അപ്പോൾ അവര് ഈ നമ്മുടെ പട്ടീനെ പിടിച്ച അതേ ദിവസം തന്നെയാണ് അത് സംഭവം നടന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ബീനാച്ചിക്കടുത്തുള്ള അരിവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഈ ഒരു പ്രദേശത്ത് ഒരു പുലി കിടന്ന് കറങ്ങുകയാണ്. ഇവിടെ ഒരു വളർത്തുനായെ കഴിഞ്ഞ ദിവസം പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ അവശിഷ്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസം അവർ സ്ഥാപിച്ച ക്യാമറയിൽ അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ ഒരു ഫോട്ടോ ഇപ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുണ്ടല്ലോ, ഇത് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പുലിയാണ്. ഏതായാലും നമ്മൾ ആ ഒരു പ്രദേശത്താണുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അരിവയൽ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഈ കാണുന്ന വീട്ടിലെ പട്ടിയാണ് പുലി കൊണ്ടുപോയത് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മില്ലുമുക്ക് എന്ന് പറയുന്ന പ്രദേശമാണ്. ബീനാച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രദേശമാണ്. ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. തികഞ്ഞ ജനവാസ മേഖലയാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും കാപ്പിത്തോട്ടവും മറ്റുമൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷൈൻ. ഈ ഒരു സ്ഥലം മില്ലുമുക്ക് അല്ലേ? അതെ അതെ, അരിവേൽ, ചൂരിമല, നമ്പീശങ്കവല, മില്ലുമുക്ക്. ഇത് മിനിഞ്ഞാന്നാ സംഭവം നടന്നത്? അതെ അതെ, മിനിഞ്ഞാന്ന് രാത്രിയാന്ന് തോന്നുന്നത്. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കും. 3-ാം തീയതി. അതെ അതെ, 3-ാം തീയതി രാത്രിക്ക് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പട്ടിയെ കാണുന്നില്ല. ഞങ്ങൾ വൈഫ് ജോലിക്ക് പോകുന്നതാണ്. ജോലിക്ക് പോകാൻ ഇറങ്ങി നോക്കുമ്പോഴാണ് ഇങ്ങനെ പട്ടിയുടെ അല്ല കൂട്ടിലല്ല, കൂട്ടിൻ്റെ പുറത്തായിട്ട് മറ്റേ ആ ഒരു തുടരില്ലേ, ആ ചങ്ങലയിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അതെ അതെ അതെ. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അന്വേഷിച്ച് പോയോ? ഞങ്ങൾ എന്നിട്ട് അന്വേഷിച്ച രാവിലെ ആദ്യം വിചാരിച്ചത് തന്നെ അഴിഞ്ഞു പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴോട്ട് പാട് കാണുന്നുണ്ട്. അങ്ങനെ വലിച്ച പാട് കാണുന്നുണ്ട്. ആ ഡയറക്ഷനിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അങ്ങനെ ബ്ലഡ് കാണുന്നുണ്ട്, പട്ടിയുടെ ബ്ലഡ്. പിന്നെ കുറേ ഏകദേശം വീടിൻ്റെ 50 മീറ്റർ ബാക്കിലായിട്ട് പട്ടിയുടെ ജഡം കണ്ടു. പകുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പാട് നോക്കിയാൽ പോയത്? അതെ, പാട് നോക്കിയാൽ പോയത്. ഇവിടുന്ന് ഇതിലെങ്ങനെയാണ് കൊണ്ടുപോയേ? അല്ലല്ല, ഇത് താഴെ ഭാഗത്ത് കൊണ്ടുപോയത് അതിൽ തന്നെയല്ലേ? താഴെ കൂടെ അല്ലേ? അതെ, ഇതിലേ കൊണ്ടേ? അതല്ല, ഈ അവിടുന്ന് നമ്മൾ ചങ്ങല കണ്ടില്ലേ, അതിലെ താഴോട്ട് അതിലേ കൊണ്ടേ. അതെ, നമുക്ക് പോകാനുള്ള എളുപ്പം ഈ വഴിക്കാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. ആ ഒരു മരക്കഷ്ണം കിടക്കുന്നില്ലേ, അവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ നിങ്ങൾ കണ്ടെത്തിയില്ലേ? അതെ അതെ, കണ്ടല്ലേ? പാടുണ്ടായിരുന്നു, വലിച്ചു കൊണ്ടുപോയ പാടേ. പിന്നെ ചോരപ്പാടുകളുണ്ടായിരുന്നു. മൊത്തം കാപ്പിത്തോട്ടങ്ങളല്ലേ? കാപ്പിത്തോട്ടാണ്.
പട്ടിയുടെ പൂട കണ്ടില്ലേ അവിടെ? ഇവിടെയായിരുന്നു ഇല്ലേ മനത്? ഇവിടെയല്ലേ? ബാക്കിൽ ഇവിടെയാണ് കിടന്നത് ആദ്യം? ഇല്ല, അവിടെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഭാഗത്തുനിന്നാ ഇവിടെ കിടന്നത്. അതെ അതെ, ഇവിടെ ഇവിടെ കിടക്കുമായിരുന്നു അല്ലേ? അതെ, ഇവിടെ പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അതെ അതെ. പിന്നെ എന്നിട്ട് ഫോറസ്റ്റുകാർ ക്യാമറ ഈ ഭാഗത്താണ് സ്ഥാപിച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ക്യാമറ ഇവിടെ വെച്ചാ? അതെ അതെ, ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് പിന്നെ കൊണ്ടുപോയാ? പിന്നെ മുകളിൽ ഇപ്പം ബാക്കി ഭാഗം മുകളിൽ ഇപ്പോഴും ഉണ്ട്. അതെ ഇവിടുന്ന് കിട്ടിയല്ലേ? അതെ അതെ. ഫസ്റ്റ് ദിവസം രണ്ടാം ദിവസം വന്നിട്ട് ഇവിടുന്ന് പിന്നെ കൊണ്ടുപോയി. അതെ അതെ, രണ്ടാം ദിവസം അപ്പുറം കൊണ്ടുപോയി വെച്ച് തിന്നു. ക്യാമറ എവിടെ ഉണ്ട്? ഓക്കെ. ഇന്നലെ ഇവിടെ വെച്ചായിരുന്നു ഇല്ലേ? ഇവിടെയല്ലായിരുന്നു? കൈ കൈയുടെ ഇഷ്ടപ്പെട്ടത് പട്ടിയുടെ കൈയാട്ടെ കാണുന്നത്. അത് ഇനി ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോയില്ലേ? ഇവിടെ ക്യാമറ ഉണ്ട്. ബാലൻസ് ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അവിടെ കിടക്കുന്നു. ബാക്കിയുണ്ട്. അതെ അതെ, നമുക്കത് കുഴിച്ചിടാനുള്ള അവരോട് ചോദിച്ചായിരുന്നെങ്കിൽ അല്ലേ? ഇപ്പുറത്താ അല്ലേ? മൂടിയിരുന്നു ഇല്ല, അതിന് അതെ. വേണ്ട, തലയൊക്കെ തിന്നുപോയി. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതാ? അതെ അതെ, ഇത് രണ്ടാമത്തെ ദിവസം വന്ന് തിന്നതാണ്. അതെ, ഇന്നലെ രാത്രി? അതെ അതെ. ഈ കഴിഞ്ഞ രാത്രിക്ക്. ഇന്നലെ രാത്രി വന്നിട്ട് ക്യാമറ ചെക്ക് ചെയ്തായിരുന്നു അവര്? ഇല്ല, ഇന്ന് ക്യാമറ ചെക്ക് ചെയ്തിട്ടില്ല. അല്ലേ? ഇന്നലെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കും, ഇന്ന് ചെക്ക് ചെയ്യാൻ വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഫോറസ്റ്റിൽ നിന്ന് ഓഫീസർമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. അതിന്റെ DFOയ്ക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ടെന്നാ പറഞ്ഞത്, കൂട് വെക്കാൻ. ഇന്ന് ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പുലിയല്ലേ? അതെ അതെ. അത് ഇന്നലെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ. ഇതിന് മുന്നേ ഈ പ്രദേശത്ത് ഇങ്ങനെ എന്തെങ്കിലും? ഇതിനു മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2000 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഇവിടുന്ന് കരിമ്പുലിയെ പിടിച്ചിട്ടുണ്ട്. ബീനാച്ചി എസ്റ്റേറ്റ് ആയിരിക്കും. അതെ അതെ. അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ 2 പ്രാവശ്യം പുള്ളിപ്പുലിനെ പിടിച്ചിട്ടുണ്ട്. ബീനാച്ചി എസ്റ്റേറ്റാ? അതെ അതെ. ഇതാ കാണുന്ന ആ ഭാഗം കണ്ടില്ലേ അങ്ങോട്ട്? സ്വാഭാവികമായിട്ടും വനമാണല്ലോ അല്ലേ? തൊട്ടടുത്ത് തന്നെ. പിന്നെ എല്ലാം ഉണ്ടാവും അല്ലേ? വന്യമൃഗശല്യം ഭയങ്കര രൂക്ഷമാണ് ഈ ഭാഗത്ത്. മാന്, കുരങ്ങ്, മയിൽ. പ്രദേശത്തൊക്കെ പശുവിനെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. അതെ അതെ. അതെ അതെ, കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതെ അതെ. എനിക്കുണ്ടായിരുന്ന പശുക്കൾ ഇപ്പോൾ ഒഴിവാക്കിയതാണ്. ഈ വേറെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്? രാവിലെയൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് ജോലി ജോലിക്ക് പോകുന്ന ഈ ഭാഗത്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ജോലിക്ക് പോകുന്ന ഒത്തിരി സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന്. അവരൊക്കെ വൈകുന്നേരങ്ങളിൽ 7-8 മണിയാകുമ്പോഴാണ്, നമ്മളിപ്പോൾ നമ്പിശങ്കവലയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു വഴി കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ വിജനമായ സ്ഥലമാണ്. എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ നടന്നു വരുന്നത്. ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖല തന്നെയല്ലേ? അതെ അതെ അതെ. കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ജനങ്ങളില്ലാത്തുള്ളൂ. അങ്ങോട്ടൊക്കെ ഒത്തിരി നിബിഡമായിട്ടുള്ള സ്ഥലം തന്നെയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മൾ ആദ്യം ആ പട്ടി കിടന്ന സ്ഥലം കണ്ട അവിടെ ഒരു നെറ്റ് ഇങ്ങനെ തുളഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്താണോ? അതിലാണ് കയറി വന്നത്? ആയിരിക്കാം. അതെ അതെ അതെ. അതിലെ പോകാൻ ശ്രമം നടത്തിയെന്ന് തോന്നുന്നു. ആ നെറ്റ് കാരണമാണ് ഇങ്ങോട്ട് ഈ വഴിക്ക്. ഫസ്റ്റ് ദിവസം അതിലാണ് പോയ സംശയം. പോയി നോക്കിയായിരുന്നു നിങ്ങൾ? ഇല്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അല്ലേ? ചിലപ്പോൾ ഈ സമയത്തൊക്കെ ചിലപ്പോൾ ആ കാട്ടിൽ ഉണ്ടാവും ചിലപ്പോൾ. നമുക്ക് ദൃശ്യങ്ങളിൽ ഈ പട്ടിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് കേട്ടോ. പുലി ഭക്ഷിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് തീർന്നല്ലേ? ഫുള്ള് തീർന്നു, കാണാൻ പറ്റും. അല്ല, നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ബോർഡർ കാണിക്കാൻ. ഇവിടെയാണ് പട്ടിയുടെ അവശിഷ്ടം കിടക്കുന്നത്. നമുക്കിവിടെ കാണാം.
സ്മെല്ലുണ്ട് കേട്ടോ, സ്മെല്ലുണ്ട്. ഇതേതാ ഈ റോഡ്? ഇത് നമുക്ക് അമ്പലയിൽ കവലയിലേക്ക് കയറുന്ന റോഡാണ്. ഇതിലൊക്കെ പോകുന്നു എന്തോ. അതെ, ഇത് പന്നി സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ് പന്നി. ഇതിലിങ്ങനെ കയറി. അതെ അതെ അതെ. ഓഹോ, ഇതൊരു വഴിയാണല്ലേ, ശാല അല്ലേ? ഇത് അതാണോ ബീനാച്ചി എസ്റ്റേറ്റ്? അതെ അതെ, ഈ കാണുന്ന ബീനാച്ചി എസ്റ്റേറ്റ്. അത് പിന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കും. അതെ അതെ, അത് ഏകദേശം 500 ഏക്കറോളം ഉണ്ട് ബീനാച്ചി എസ്റ്റേറ്റ്. ഇവിടെ എല്ലാം അങ്ങനെ കാൽപ്പാട് അങ്ങനെ അവരെല്ലാം ട്രാക്ക് ചെയ്ത് നോക്കിയായിരുന്നു. കാൽപ്പാട് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഈ വേനൽക്കാലം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാൽപ്പാട് ട്രാക്ക് ചെയ്തില്ല. പിന്നെ ഐഡന്റിഫൈ ചെയ്തല്ലോ, ക്യാമറയിൽ കിട്ടിയില്ല. അതെ അതെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? മനോജ്. ഇവിടെ ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതിന് മുന്നേ? ഇതിന് 1 വർഷം മുമ്പ് ഇതേപോലെ പുലി വന്നിരുന്നു. അപ്പോൾ അടുത്ത ഒരു വീട്ടിൽ പശു കിടാവിനെ ആക്രമിച്ചിരുന്നു. അത് മരിച്ചിരുന്നില്ല, ആക്രമിച്ച് കഴുത്തിന് പിടിച്ച് പരിക്കേൽപ്പിച്ച് പോയി. പിന്നെ ഫോറസ്റ്റുകാർ അതിൻ്റെ മരുന്നുകളൊക്കെ കൊടുത്ത് സുഖപ്പെടുത്തി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ടൈമിലാണ് വരുന്നത്. ഇപ്പം ഇവിടേക്ക് ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ വഴിക്കൊക്കെ വീടുകളുണ്ടോ? വീടുകളുണ്ട്. അപ്പം ഇതിങ്ങനെ ഈ പുലി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ? എല്ലാവരും ഒരു പേടിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഈ ബത്തേരിയിൽ ഷോപ്പുകളൊക്കെ പോകുന്ന വനിതകളുണ്ട്, കണ്ടമാനം. അവരൊക്കെ നടന്നു വരാനൊക്കെ ഭീതിയിലാണ് ഇപ്പോൾ. ഇവരെന്താ പറഞ്ഞത്, കൂട് വെക്കുന്ന കാര്യം വല്ലതും? കൂട് വെക്കുന്ന കാര്യം ഒരു DFOൻ്റെ സൈൻ കിട്ടിയാൽ വെക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറയിൽ കിട്ടിയില്ല. ഇതിന് മുന്നേ ഈ പ്രദേശത്ത്, അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും വന്ന പുലിയാണെന്നാണ്? അല്ല, ഈ അടുത്ത പ്രദേശത്ത് പുലി വന്നതായിട്ട് ജനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷം അവരവിടെ പോയി അത് നോക്കിയിരുന്നു. അത് കടുവയാണെന്നാണ് അവിടെ ആൾക്കാർ കണ്ടതെന്ന് പറയുന്നത്. അത് അക്കരക്കുന്നിൽ അവർ ഒരു കുട്ടി ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൻ്റെ ക്രോസ് ചെയ്ത് പോവുകയത്. അപ്പോൾ അവർ ഈ നമ്മുടെ പട്ടീനെ പിടിച്ച അതേ ദിവസം തന്നെയാണ് അത് സംഭവം നടന്നത്. പക്ഷേ ഇത് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വലിയ പേടി തന്നെയല്ല, പേടിയിലാണ് ജനങ്ങൾ. ഈ പുലിയും കടുവയുണ്ടോ അല്ലേ? കടുവ, അതെ അതെ. അതല്ലാതെ മറ്റു വന്യജീവികൾ, കുരങ്ങിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമായ ഏരിയയാണ്. മാൻ ഭയങ്കരമായിട്ട്, പന്നി എല്ലാം ഉണ്ട്. മാൻ നമ്മുടെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കൂടുതൽ ഈ മൃഗങ്ങൾ ഉള്ളതുകൊണ്ട്, പുലി ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് ഈ ബീനാച്ചി എസ്റ്റേറ്റും നിങ്ങൾക്ക് വലിയൊരു ഭീഷണി. അത് കാട് മൂടി കിടക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ ഇങ്ങനെ ഇട്ടേക്കോ? അത് എത്ര ഏക്കറുണ്ട് മൊത്തം? അതൊരു നമ്മൾ അറിയുന്ന 600 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു സ്ഥലം തന്നെയാണ്. അതെ അതെ അതെ, അതാണ് ജനങ്ങൾക്ക് ഭീഷണി ഏറ്റവും. അവിടെ നിന്നാണല്ലോ അതെല്ലാം ഇറങ്ങി വരുന്നത്. അല്ലാണ്ട് ഈ അടുത്ത് ഫോറസ്റ്റ് ഇല്ല, ഫോറസ്റ്റ് ഇല്ല. അതെ അതെ, അത് ഞാൻ പറയാൻ പറ്റുമോ കേട്ടോ. ഈ അടുത്ത് ഫോറസ്റ്റ് ഒന്നുമില്ല, ഈ ബീനാച്ചി എസ്റ്റേറ്റ് ആണുള്ളത്. പക്ഷേ എസ്റ്റേറ്റ് ഫോറസ്റ്റ് പോലെ ആയി, ഏകദേശം കാടൊക്കെ പിടിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കും. ഇതുപോലെയാണ് ആ എസ്റ്റേറ്റ് മുഴുവനായിട്ടും കിടക്കുന്നത് കേട്ടോ. അത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. അതെ അതെ, മധ്യപ്രദേശ്. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ആ ചേട്ടൻ നമുക്കവിടെ ആ ഒരു പട്ടിയുടെ മൃതദേഹം കിടക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ഒരു വഴിക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു ചാല് പോലെ നമുക്ക് കാണാം. അതിൻ്റെ അപ്പുറത്ത് റോഡുണ്ട്. ആ റോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടും ഒരു ചാല് നമുക്ക് കാണാം. ആ ചാല് ഇങ്ങനെ നേരെ കയറി പോകുന്നത് ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്കാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് മുഴുവൻ ബീനാച്ചി എസ്റ്റേറ്റാണ്. ആ ഭാഗത്തു നിന്നാണ് ഇതെല്ലാം ഇറങ്ങി വരുന്നത് കേട്ടോ. പന്നി അടക്കം എല്ലാ ജീവികളും ഇറങ്ങി വരുന്നത് അവിടെ നിന്നാണെന്നാണ് അവർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ജനവാസ മേഖലയും കൂടെയാണ്. അപ്പോൾ ആളുകൾ തേഞ്ഞ ഭീഷണിയിൽ തന്നെയാണ് ഈ പ്രദേശത്ത് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുകയാണ് ആ പട്ടിയുടെ കൂട്. ഇവിടെ ചങ്ങലയിൽ ഇട്ടിരുന്ന രീതിയിലായിരുന്നു പട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ചങ്ങലയും അതിൻ്റെ കഴുത്തിലെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നേരെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് വലിച്ചുകൊണ്ട് പോയത്. അങ്ങനെ അതിലിങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ആ ഒരു പ്രദേശം നമ്മൾ പോയി കണ്ടു. ആ വീടിൻ്റെ മുൻവശത്ത് കെട്ടിയിരുന്ന പട്ടിയെയാണ് പുലി കടിച്ചുകൊണ്ട് പോയതും കൊന്നു ഭക്ഷിച്ചതും കേട്ടോ. അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ആദ്യത്തെ ദിവസം കൊണ്ടുപോയി, രണ്ടാമത്തെ ദിവസം പിന്നെയും ആ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും എടുത്തുകൊണ്ട് പോയി. നമ്മളവിടെ 2 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് പട്ടിയുടെ പൂടയും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കണ്ടാണ്. അതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി വന്നിട്ട്, അതായത് 3-ാം തീയതിയാണ് ആദ്യം തുടങ്ങിയത്, 4-ാം തീയതി, ഇന്ന് 5-ാം തീയതി
അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആ പുലി ഇതിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. അവരുടെ ആശങ്കയൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടോ. ഏതായാലും ഒരു ദിവസം പോലും ഇല്ല നമ്മുടെ നാട്ടിൽ, വയനാട്ടിൽ പ്രത്യേകിച്ച് പുലിയുടെയോ കടുവയുടെയോ അല്ലെങ്കിൽ ആനയുടെ ഒന്നും ഒരു വാർത്തയില്ലാത്തൊരു ദിവസം പോലും ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉള്ളത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്